നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂട്ടായി മൂന്നങ്ങാടിൽ കടലേറ്റം. 100 മീറ്ററോളം കര കടലെടുത്തു. ജില്ലാതല പഠനോപകരണ വിതരണത്തിന് താനൂരിൽ തുടക്കമായി. സമീപത്തെ വേസ്റ്റ് ടാങ്കിൽ വെള്ളം നിറഞ്ഞ് അപകട ഭീഷണിയിൽ കുടുംബം. ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് തിരൂർ മണ്ഡലം INTUC. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. പരിയാപുരം ടൗൺ സ്ക്വയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകൾ. കൂട്ടായി മൂന്നങ്ങാടിൽ കടലേറ്റം. 100 മീറ്ററോളം കര കടലെടുത്തു. കടലേറ്റം തുടരുകയാണെങ്കിൽ കടൽ ഭിത്തിയില്ലാത്ത പ്രദേശങ്ങളിലെ തീരദേശ റോഡുകൾ കടലെടുക്കുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. 10ഓളം വീടുകളും തകർന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും കടൽ ഭിത്തിയില്ലാത്ത കടലോരത്ത് കടലേറ്റമുണ്ടായി. മൂന്നങ്ങാടി മുതൽ പള്ളിവളപ്പ് വരെയുള്ള 1 കിലോമീറ്ററോളം വരുന്ന കടലോരത്താണ് 100 മീറ്ററോളം കര കടലെടുത്തത്. കടൽക്ഷോഭം വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം ഒന്നുകൂടെ കൂടുതലാണ്. ഏകദേശം 100 മീറ്ററോളം കടലെടുത്തിരിക്കുകയാണ് നമ്മളെ ഈ പ്രദേശത്തൊക്കെ. അഴിമുഖം മുതൽ പുറത്തൂർ പഞ്ചായത്തിൻ്റെ മൂന്നങ്ങാടി എന്ന് പറയുന്ന പ്രദേശം വരെ കടൽ ഭിത്തി നിലവിലുണ്ട്. ഈ പഞ്ചായത്തിൽ തന്നെ ഒരു 350 മീറ്ററോളാണ് ഇനി കടൽ ഭിത്തി ഇവിടെ ഇല്ലാത്തൊരു ഭാഗമുള്ളത്. അതിൻ്റെ ഒരു ദോഷഫലം ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തൊട്ടടുത്ത് മംഗലം പഞ്ചായത്താണ്. മംഗലം പഞ്ചായത്തിൽ കൂട്ടായി മുതൽ ഏതാണ്ട് പള്ളിവളപ്പ് വരെ കടൽ ഭിത്തിയുണ്ട്. അപ്പോൾ അഴിമുഖത്ത് നിന്ന് തുടങ്ങി 1 കിലോമീറ്റർ പരിധിയിലാണ് ഇപ്പോൾ നമുക്കിവിടെ കടൽ ഭിത്തി ഇല്ലാത്തത്. എല്ലാ വർഷക്കാലം വരുമ്പോഴും കടൽ ഭിത്തിയുടെ പ്രശ്നം ഉന്നയിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ വന്ന് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തിയതാണ്. പക്ഷേ ഇപ്രാവശ്യവും കടൽ ഭിത്തിയുടെ വരാത്തൊരു പ്രയാസം ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ തീരദേശത്ത് കൂടെയുള്ള ഈ റോഡ് ഒരു പക്ഷേ കടൽ ഒന്നുകൂടെ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ ഈ റോഡ് കേടുവരാനുള്ള സാധ്യത കൂടുതലാണ്. കടലേറ്റം തുടരുകയാണെങ്കിൽ പ്രദേശത്തു കൂടി കടന്നു പോകുന്ന തീരദേശ റോഡും കടലെടുക്കുമെന്നാണ് പറയുന്നത്. നിരവധി വീടുകളും തകർന്നിട്ടുണ്ട്. കടൽഭിത്തി വേണമെന്നുള്ള പ്രദേശവാസികളുടെ ആവശ്യം പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ന്യൂസ് കൂട്ടായി. താനൂർ മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ തെരഞ്ഞെടുത്ത സർക്കാർ വിദ്യാലയത്തിലെ LP UP ക്ലാസ് പഠിക്കുന്ന നിർധനരായ കുട്ടികൾക്ക് നൽകുന്ന പഠനോപകരണ വിതരണത്തിന് താനൂരിൽ തുടക്കമായി. ജില്ലാതല ഉദ്ഘാടനം താനൂർ DYSP P പ്രമോദ് നിർവഹിച്ചു. കായിക താരങ്ങളുടെ കാരുണ്യസ്പർശം പദ്ധതി സംഘാടക മികവ് കൊണ്ടും കായിക താരങ്ങളുടെ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. താനൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം താനൂർ DYSP P പ്രമോദ് നിർവഹിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളൊക്കെ അറിയപ്പെടണമെന്നുള്ള എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്. അതേസമയം സ്വീകരിക്കുന്ന ആൾക്ക് എത്രത്തോളം മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് എന്തായാലും സംഘാടകരെ അഭിനന്ദിക്കാൻ വേണ്ടി സമയം ഞാൻ ഉപയോഗിക്കുകയാണ്. മാസ്റ്റേഴ്സ്
അത്ലറ്റിക് അസോസിയേഷൻ അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാവരും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിക്കുകയും അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹജീവികളോട് കാരുണ്യത്തിന്റെ സ്നേഹസ്പർശം കാണിക്കാൻ മനസ്സുവെച്ച കായിക താരങ്ങളുടെ പ്രവർത്തനം മാതൃകാപരമെന്ന് അദ്ദേഹം പറഞ്ഞു. മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ മുജീബ് താനാളൂർ സ്വാഗതം പറഞ്ഞു. മാസ്റ്റേഴ്സ് അത്ലറ്റിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സലാം മച്ചിങ്ങൽ, സ്കൂൾ പ്രിൻസിപ്പാൾ ജി ആശ, പ്രധാന അധ്യാപിക പി ബിന്ദു, PTA പ്രസിഡന്റ് ഖാദർകുട്ടി, വിശാരത്ത്, വൈസ് പ്രസിഡന്റ് സി ജോണി, ഡെപ്യൂട്ടി HM VVN അഷറഫ്, SMC അംഗം അനിൽ തലപ്പള്ളി, കായിക താരങ്ങളായ വി കുഞ്ഞലവി, PP ഹരിദാസൻ, KM റീന, K സമീറ എന്നിവർ സംസാരിച്ചു. വെട്ടന്യൂസ് താനൂർ. സമീപത്തെ വേസ്റ്റ് ടാങ്കിൽ വെള്ളം നിറഞ്ഞ് അപകട ഭീഷണിയിൽ കുടുംബം. വെട്ടം പടിയത്ത് പഴയിൽ നാസറിന്റെ വീടിനോട് ചേർന്ന് സമീപവാസി നിർമ്മിച്ച വേസ്റ്റ് ടാങ്കാണ് സ്ലാബിട്ട് മൂടാത്തതിനെ തുടർന്ന് അപകട ഭീഷണിയിൽ ഉയരുന്നത്. കാലവർഷം കനത്തതോടെ വെട്ടംപടിയത്തെ നിരവധി വീടുകളും അപകട ഭീഷണിയിലാണ്. പഴയിൽ നാസറിന്റെ വീടിനോട് ചേർന്ന് സമീപവാസി നിർമ്മിച്ച വേസ്റ്റ് ടാങ്കാണ് സ്ലാബിട്ട് മൂടാത്തതിനെ തുടർന്ന് അപകട ഭീഷണി ഉയർത്തുന്നത്. കുട്ടിയൊന്ന് വെള്ളത്തിക്കാടാണ്. അപ്പോൾ അതൊന്ന് പറഞ്ഞു കേൾക്കണില്ല. അവർ മൂടിയിടണില്ല. എൻ്റെ കുട്ടീൻ്റെ മകന് മോളെ 5 വയസ്സിൻ്റെ നോക്കിയിട്ട് അത് വള്ളത്തിയാടുന്നു. ഇത് അപ്പുറത്തെ അക്കൗണ്ടി ഉള്ളിൽ വള്ളത്തിയാടുന്നു. അപ്പോൾ അതൊന്ന് ചെയ്യാൻ ഇപ്പം എന്ത് ചെയ്യാൻ മാറിയിട്ടില്ല. വേസ്റ്റ് ടാങ്ക് ഇനിയും സ്ലാബിട്ട് മൂടാൻ കഴിയാതെ വന്നാൽ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം താമസിക്കുന്ന പ്രദേശം വലിയ ദുരന്തത്തിന് സാക്ഷിയാവേണ്ടി വരും. വാർഡ് മെമ്പറും വില്ലേജ് ഓഫീസറും പ്രദേശം സന്ദർശിച്ചു. വെട്ടന്യൂസ് കൂട്ടായി. ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് തിരൂർ മണ്ഡലം INTUC ആവശ്യപ്പെട്ടു. പുതിയ മണ്ഡലം ഭാരവാഹികളുടെ യോഗം താനൂർ മണ്ഡലം INTUC പ്രസിഡന്റ് അരുൺ ചെമ്പ്ര അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ സെക്രട്ടറി മൂസ പരന്നേക്കാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ പ്രസിഡന്റ് മുക്കാട്ടിൽ അലിക്കുട്ടി മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു. INTUC നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നാസർ പൊറൂർ, തയ്യൽ തൊഴിലാളി യൂണിയൻ INTUC ജില്ലാ ട്രഷറർ സലീം തിരൂർ, ആശാവർക്കർ INTUC തിരൂർ മണ്ഡലം പ്രസിഡന്റ് വസന്ത പുളിക്കൽ എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റ് അരുൺ ചെമ്പ്ര, വൈസ് പ്രസിഡന്റുമാർ നൌഫൽ തേക്കുംകാട്ടിൽ, മുസ്തഫ AK, വസന്ത പുളിക്കൽ, ജനറൽ സെക്രട്ടറിമാർ ഷംസുദ്ദീൻ PT, സന്തോഷ് കൂത്തുപറമ്പ്, മുസ്തഫ ഉറുവിങ്ങൽ, ഗിരീഷ് പെരുവഴിയമ്പലം, ട്രഷറർ വിനോദ് തൃക്കണ്ടിയൂർ എന്നിവരെ തെരഞ്ഞെടുത്തു. വെട്ടന്യൂസ് തിരൂർ. പുല്ലൂർ റൈനോ ഫിറ്റ്നസ് സെന്റർ ലഹരി വിരുദ്ധ ബോധവൽക്കരണവും SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. പരിപാടിയിൽ യാസർ പൊട്ടച്ചോല, നൌഫൽ കാവുങ്ങൽ, അസ്ലം കാവുങ്ങൽ, സമദ് പുല്ലൂർ, ഗിരീഷ്, നാസിക്, യൂനുസ്, നൌഫൽ ജസ വേൾഡ് എന്നിവരും ഫിറ്റ്നസ് സെന്റർ മെമ്പർമാരും പങ്കെടുത്തു. ലഹരിയും യുവത്വവും എന്ന വിഷയത്തിൽ ട്രെയിനർ റാഷിദ് അഹമ്മദ് വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ നൽകി. പരിപാടിയിൽ ട്രെയിനർ ഷാഫി ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. വെട്ടന്യൂസ് തിരൂർ. പരിയാപുരം ടൗൺ സ്ക്വയർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഞ്ചായത്തിലെ SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കലും നടത്തി. തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ അധ്യക്ഷതയിൽ തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫിലിപ്പ് മമ്പാട് ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. The level of the addiction of alcohol 800 to 1500. Then അടുത്ത എന്താണ് നോക്കണം? ഷംപൂ, ഹാൻഡ്സ്, കൂൾ, പാൻപറ. അജ്മൽ ഷാജഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ ഷംല സുബൈർ, ജനിത പരിയാപുരത്ത്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൊടക്കാട് ബഷീർ, M ചോയ്, സുനിൽകുമാർ, വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് ഹർഷാദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.